നമസ്കാരം. 2025 ജൂൺ മാസം 7-ാം തീയതി ശനിയാഴ്ച ദിവസം കുറച്ച് നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ജീവിതാനുഭവങ്ങളും ധനപരമായ നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ്. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങളും ജീവിതാനുഭവങ്ങളും ഒക്കെ വന്നു ചേരുക എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവൻ്റെ അനുഗ്രഹമൊക്കെ ഏറ്റുവാങ്ങി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നേടിയെടുക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നല്ല നല്ല കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക, മഹാദേവൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുക. മറ്റുള്ളവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തെറ്റായ പ്രവൃത്തിയും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷെങ്കിലേ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു രേഖ ഉണ്ടായി എന്ന് വരികയില്ലെങ്കിൽ പോലും അതൊക്കെ വളരെ ശക്തിയുള്ള കാര്യങ്ങളാണ്. നല്ലത് ചെയ്താലും തെറ്റ് ചെയ്താലും അതിനെല്ലാം ശക്തിയുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഫലപ്രാപ്തിയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കുക. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം, അതായത് 2025 ജൂൺ മാസം 7-ാം തീയതി ശനിയാഴ്ച ദിവസം മലയാള തീയതിയിൽ വരുമ്പോൾ 1200-ാം ആണ്ട് ഇടവമാസം 24-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ജ്യേഷ്ഠമാസം 17-ാം തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:07 അസ്തമയം വൈകുന്നേരം 6:35 ഉദയാൽപരം തിഥി ദ്വാദശി തിഥിയാണ്. ദ്വാദശി തിഥി ഞായറാഴ്ച രാവിലെ 7:18 വരെ ഉണ്ടായിരിക്കും. അപ്പോൾ ശനിയാഴ്ച രാവിലെ സൂര്യോദയം മുതൽ ഞായറാഴ്ചത്തെ സൂര്യോദയവും കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ 7:18 വരെ ദ്വാദശി തിഥി ഉണ്ടായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഈ ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രം ശനിയാഴ്ച രാവിലെ 9:41 വരെ ഉണ്ടായിരിക്കും. 9:41 മുതലാണ് ചോതി നക്ഷത്രം ആരംഭിക്കുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ശനിയാഴ്ച രാവിലെ 9:41 വരെ ജനിക്കുന്ന കുട്ടികൾ ചിത്തിര നക്ഷത്ര ജാതകരാണ്. വെള്ളിയാഴ്ച മാത്രമല്ല, ശനിയാഴ്ച രാവിലെ 9:41 വരെയും ചിത്തിര നക്ഷത്രമുണ്ട്. അപ്പോൾ ആ സമയം വരെയും ജനിക്കുന്ന കുട്ടികൾ ചിത്തിര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ശനിയാഴ്ച രാവിലെ 9:41 മുതൽ ചോതി നക്ഷത്രം ആരംഭിക്കുകയാണ്. അപ്പോൾ പകൽ 9:41 മുതൽ രാവിലെ 9:41 മുതൽ ചോതി നക്ഷത്രം ആരംഭിക്കുന്നത് കൊണ്ട് ചോതി നക്ഷത്രം സ്വാധീനിക്കുന്നത് പ്രകാരമാണ് 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുക. അതനുസരിച്ചാണ് കാര്യം പറയുന്നത്. നവഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് ഉണ്ടാകുന്നത് നക്ഷത്രഫലമാണ്, അത് വേറെ കാര്യം. ഇത് നക്ഷത്രം, ഓരോ ദിവസത്തെയും നക്ഷത്രം, അതിൻ്റെ പൊരുത്തം, ആ നക്ഷത്രത്തിൻ്റെ പൊരുത്തം എത്രമാത്രമുണ്ട് അതനുസരിച്ചുള്ള നല്ല മെച്ചപ്പെട്ട അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നു. ചില നക്ഷത്രങ്ങൾ പൊരുത്തമായിട്ട് വന്നാൽ 10-ൽ 10 പൊരുത്തമുണ്ട്. ചില നക്ഷത്രങ്ങൾക്ക് ചിലപ്പോൾ 3 പൊരുത്തമേ കാണുകയുള്ളൂ. അങ്ങനെയുള്ളവർക്കൊക്കെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ചില നക്ഷത്രത്തിൻ്റെ സ്വാധീനം കൊണ്ട് 5 പൊരുത്തങ്ങളൊക്കെ കാണും. അപ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഈ ചോതി നക്ഷത്രം ശനിയാഴ്ച ദിവസം സ്വാധീനിക്കുന്നത് കൊണ്ട് ഏതൊക്കെ നാളുകാർക്കാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ചോതി നക്ഷത്രം സ്വാധീനിക്കുന്നത് കൊണ്ട് അവിട്ടം, ചതയം, ഉത്രം, മകം, തിരുവാതിര, പുണർദം, ചിത്തിര, ഇത്രയും നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം. അവിട്ടം, ചതയം, ഉത്രം, മകം, തിരുവാതിര, പുണർദം, ചിത്തിര, ഇത്രയും നാളുകാർക്കാണ് ശനിയാഴ്ച ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള നാളുകാരിൽ രോഹിണി, ആയില്യം, അത്തം, പൂരം, മീനക്കുറിൽപ്പെട്ട പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാർ, ഇത്രയും നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം. രാവിലെ 9:41 മുതൽ, ഈ 9:41 മുതൽ ചോതി നക്ഷത്രം ആരംഭിക്കുന്നു. ചോതി നക്ഷത്രം അവസാനിക്കുന്നത്, അതും കൂടി അറിയണമല്ലോ, ചോതി നക്ഷത്രം അവസാനിക്കുന്നത് ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:43 വരെയും ചോതി നക്ഷത്രം ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ശനിയാഴ്ച രാവിലെ 9:41 മുതൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:43 വരെയാണ് ചോതി നക്ഷത്രം. ആ ചോതി നക്ഷത്ര സമയത്ത് രോഹിണി, ആയില്യം, അത്തം, പൂരം, അതുപോലെ തന്നെ
മീനക്കുറിൽപ്പെട്ട പൊരുട്ടാതി കാലു തൃട്ടാതി രേവതി എന്ന ആളുകാർ സൂക്ഷിക്കേണ്ട സമയമാണ്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഏതെങ്കിലും വിധത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ ശനിയാഴ്ച ദിവസം മനുഷ്യജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പലപ്പോഴും ശുഭസമയമൊക്കെ നോക്കിയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ശുഭസമയം നോക്കിയാലും ആ സമയത്ത് ചെയ്തെടുക്കാൻ മറന്നുപോകും. എന്നാൽ അങ്ങനെ ആരും മറന്നു പോകാതെ ഈ ശുഭസമയത്തെ കൃത്യമായിട്ട് തന്നെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ അത് കരുതി വെച്ചുകൊണ്ട് തന്നെ ഈ ശുഭസമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ ശ്രമിക്കുക. ശനിയാഴ്ച ദിവസത്തെ ശുഭസമയം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം രാവിലെ 7:37 മുതൽ 9:07 വരെയുള്ള സമയം ശുഭസമയമാണ്. 9:07 മുതലാണ് പിന്നെ രാഹു ആരംഭിക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച രാവിലെ 7:37 മുതൽ 9:07 വരെയുള്ള സമയത്ത് ചെയ്യുക. പിന്നീട് 10:37 മുതൽ 12:24 വരെയുള്ള സമയത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നീട് ഉച്ചകഴിഞ്ഞ് 1:37 മുതൽ 5:07 വരെയുള്ള സമയവും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ സമയമൊക്കെ നോക്കി ചെയ്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളമായെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഈ 2 വർഷക്കാലം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തു വരുന്ന ആൾക്കാരുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു സത്യാവസ്ഥയാണ്. അത് അവർക്കറിയാം. അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു മാറ്റം, സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിലൊരു അടുക്കും ചിട്ടയുമുണ്ട്. അവരുടെ സ്വഭാവത്തിന് തന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്രമീകരണം വരുത്തിയ ഒരു ജീവിതമാണ് അവർ നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റും. ഏതൊരു കാര്യത്തിനും ക്രമമായും ചിട്ടയായുമുള്ള പരിശീലനമുണ്ടെങ്കിൽ വിജയിക്കുമെന്ന് പറയുന്നത് പോലെ അപ്പോൾ നമ്മുടെ ജീവിതം അങ്ങനെ വിജയിപ്പിച്ചെടുക്കുവാൻ കഴിയും. അപ്പോൾ അതിൻ്റേതായ നേട്ടങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളതും എനിക്കൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞാനതങ്ങ് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്നത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം ജ്യോതിഷത്തിൻ്റെ ഒരു ഉപവിഭാഗമാണ്. വെറ്റില ശാസ്ത്രമൊക്കെ എന്ന് പറയുന്ന പോലെ സംഖ്യാശാസ്ത്രം ഒരു ഉപവിഭാഗമാണ്. അപ്പോൾ ഈ സംഖ്യാശാസ്ത്രം പറയുന്നു, ഈ 7-ാം തീയതി, അതായത് ശനിയാഴ്ച ദിവസം തീയതി 7 അപ്പോൾ ഏതൊരു മാസത്തെയും 7-ാം തീയതിയും അതുപോലെ തന്നെ 7, 16, 25 ഏതൊരു മാസത്തെ 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ദിവസമാണെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജ്യോതിഷത്തിൽ കേതുവിനെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് 7. 7 എന്ന് പറഞ്ഞാൽ കേതുവിൻ്റെ സംഖ്യയാണ്. അപ്പോൾ ശനിയാഴ്ച ദിവസം ശനിയുടെ ദിവസമാണ്, ഒരു പാപഗ്രഹത്തിൻ്റെ ദിവസമാണ്. അന്നേ ദിവസം മറ്റൊരു പാപഗ്രഹം കൂടി, അത് ശനിയെക്കാട്ടിലും വീര്യം കൂടി അല്ലെങ്കിൽ കഠിനമായ ഒരു പാപിയാണ് ഈ കേതു. അപ്പോൾ കേതു ദോഷം ചെയ്യുന്നൊരു ഗ്രഹമാണ്. അപ്പോൾ ഒരു പാപഗ്രഹമായ തമോഗ്രഹമായ കേതു ഈ ശനിയാഴ്ച ദിവസത്തോട് കൂടി ചേരുമ്പോൾ 7 എന്ന് പറയുന്ന സംഖ്യ വരുന്നവർക്കൊക്കെ പ്രതികൂലമായ അനുഭവങ്ങളാണ് ഉണ്ടാകുക എന്നുള്ളതാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് പറയുന്നത് പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ OZ എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്നും പറയുന്നു. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഏതൊരു മാസത്തെയും 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവർ മാത്രമാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവർക്കാണ് പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാകുക. അവർ പരിഹാരമായിട്ട് ചെയ്യേണ്ടതാണ് പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ OZ എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് അക്ഷരമാലയിൽ OZ എന്നീ അക്ഷരങ്ങളുണ്ട്. ഉദാഹരണം ഓമന. ഓമന എന്ന് പറയുന്നൊരു ജാതക ജനിച്ചത് 7-ാം തീയതിയാണെങ്കിൽ ഓമനയ്ക്ക് പ്രതികൂലമായ ദിവസമായിരിക്കും. ചെയ്യേണ്ട കാര്യം ഓമന പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ അന്ന് ധരിച്ച് ഓരോ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറി അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകും എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ OZ എന്ന് പറയുമ്പോൾ, Z എന്നുള്ള പേര് ഇപ്പോൾ സിൻഡ,
സിൻഡ എന്നുള്ള പേരിട്ടുണ്ട്, SZINTA, സിൻഡ. ചിലപ്പോൾ അത് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ പേരായിരിക്കാം, അല്ലെങ്കിൽ മറ്റേ വിഭാഗത്തിലുള്ളവർക്ക് പേരായിരിക്കാം. എന്തായാലും അങ്ങനെ ഇസഡ് കൂട്ടി വരുന്ന ആദ്യ അക്ഷരം ഇസഡായി വരുന്ന പേരുള്ളവർ സൂക്ഷിക്കുക, അവർക്ക് പ്രതികൂലമായ ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അങ്ങനെ ഇസഡ് കൂട്ടിയുള്ള പേരുള്ളവർ വളരെ കുറവാണ്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത്. അതിനാണ് പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം മാറി അനുകൂലമായ ജീവിതാനുഭവം ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ശനിയാഴ്ച ദിവസം ധനപരമായ നേട്ടം. അതായത് ശനിയാഴ്ച ദിവസം ചോതി നക്ഷത്രം ശനിയാഴ്ച രാവിലെ 9:41 മുതലാണ് ആരംഭിക്കുക. അത് ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:43 വരെ ചോതി നക്ഷത്രമുണ്ട്. അപ്പോൾ ഈ കാലയളവിൽ, ഈ സമയപരിധിയിൽ ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുവാൻ സാധ്യതയുള്ളത്? അത് വലിയൊരു കാര്യം തന്നെയാണ്. ധനപരമായ നേട്ടം ചിലപ്പോൾ 1 രൂപ പോലും കയ്യിലെടുക്കുവാൻ നിർവാഹമില്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഈ സമയത്ത് ധനം വന്നു ചേരും. എവിടുന്നേലും അപ്രതീക്ഷിതമായിട്ട് എങ്ങനെയെങ്കിലും ധനമൊക്കെ വന്നു ചേരും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എത്ര ദശാകാലത്തിൻ്റെ ദോഷം അനുഭവിക്കുന്നവരാണെങ്കിലും അവർക്ക് എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലും ധനം വന്നു ചേരും. ആ ഞെരുക്കത്തിൽ കൂടി അവർക്ക് കടന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ ധനപരമായിട്ടുള്ള നേട്ടം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കാം. ചിത്തിര, രേവതി, ചതയം, ഉത്രാടം, തൃക്കേട്ട, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി. അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ധനപരമായിട്ടുള്ള നേട്ടം. ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. കൊടുത്തുവാങ്ങലിന് അനുകൂലമായ ദിവസമാണ്. കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ധനവിഷയം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. അത് ഈ നാളുകാർക്ക് വളരെയേറെ ജീവിതാവൃത്തിക്ക് ധനം കൊണ്ടുള്ള നേട്ടം വന്നു ചേരുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും അവരുടെ കുടുംബത്തോടും കൂടി മഹാദേവൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.